ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മൾ മലയാളികളുടെ നൊസ്റ്റാൾജിയ ആയ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. വാഴയിലയിൽ നല്ല മട്ടയരി ചോറും തോരനും മെഴുക്ക് പുരട്ടിയും തേങ്ങാ ചമ്മന്തിയും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതുമൊക്കെയായി പൊതിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് ആ പൊതി ഒന്ന് തുറന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ആ രുചിയൊന്നും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും കിട്ടില്ല. അത് മാത്രമല്ല, അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അമ്മമാരുടെ അധ്വാനവും കൂടി ചേർന്നതാണ്. അതിൻ്റെ സ്വാദ് ഞാനിവിടെ എനിക്ക് ലഭ്യമായ പച്ചക്കറികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂർക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കിട്ടാത്ത കാരണം അമരപ്പയർ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബീട്രൂട്ട് തോരനും ചൂരമീൻ വറുത്തതും ചൂരമീൻ കറിയുമൊക്കെയായി ഒരു പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ചമ്മന്തിക്കായി കുറച്ച് തേങ്ങ ചിരവിയതിൽ മുളക് പൊടിയും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയുമൊക്കെ ചേർത്ത് അരച്ചെടുത്തു. ഇതാ ഇവിടെ മുട്ട പൊരിച്ചത്, അതായത് നമ്മുടെ സ്വന്തം ഓംലെറ്റ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മെയിൻ താരമായ മട്ടയരിക്ക് വേവുള്ളത് കാരണം നേരത്തെ തന്നെ വേവാൻ വെച്ചു. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ ചൂരമീൻ വറുത്തെടുക്കാം. അതും മാറ്റി വെച്ചിട്ട് നല്ല കുടംപുളിയിട്ട ചൂരമീൻ കറിയൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അതിലേക്കായി മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് വഴറ്റാനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയെടുക്കാം. പിന്നെ പൊടികളായ കശ്മീരി മുളക് പൊടിയും എരിയുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചേർത്ത് വഴറ്റി കുടംപുളി ചേർത്ത് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് ഇറക്കിയാൽ നമ്മുടെ മീൻ കറി റെഡിയായി. ഇവിടെ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡിയായി. ഇനി ഇതൊക്കെ ഒന്ന് ഇലയിൽ വിളമ്പാം. ആദ്യം ആവി പറക്കുന്ന ചോറ് ആവശ്യത്തിന് ഒന്ന് വിളമ്പിയിട്ട് അതൊന്ന് ഒതുക്കി വയ്ക്കാം. മെഴുക്ക് പുരട്ടി സൈഡിൽ ഇട്ട് കൊടുക്കാം. പിന്നീട് നിരക്കെ തോരനും ചമ്മന്തിയും വെച്ച് കൊടുക്കാം. നടുക്ക് ചൂരമീൻ കഷ്ണങ്ങളും കുറച്ച് ചാറും വെച്ച് കൊടുക്കാം. ഇനി മുട്ട പൊരിച്ചത് വയ്ക്കാം. ഒപ്പം 2 കഷ്ണം മീൻ വറുത്തത് കൂടെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് പൊതിഞ്ഞ് വെച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. അത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. തോരൻ്റെയും മെഴുക്ക് പുരട്ടിയുടെയും മീൻ വറുത്തതിൻ്റെയും മീൻ കറി ഓംലെറ്റ് എല്ലാത്തിൻ്റെയും കൂടെയുള്ള നല്ല സ്വാദാണ് അതിൽ നിന്ന് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. പണ്ടത്തെ ഓർമ്മയ്ക്കായി ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം.